ഞാനൊരിക്കൽ സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ നഗരത്തിലൂടെ യാത്ര ചെയ്യായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു ടൂർ ഗൈഡാണ് ആ കേപ്പ് ടൗൺ നഗരത്തിലെ കാഴ്ചകളിലൂടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. നഗരത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ കെട്ടിട കോംപ്ലക്സിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഗൈഡ് പറഞ്ഞു, നിങ്ങളിപ്പോൾ ആ വലതുവശത്ത് കാണുന്ന കെട്ടിടമുണ്ടല്ലോ, ആ കെട്ടിടത്തിന് ലോക ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ പേര് ഗ്രൂട്ട് ഷൂർ എന്നാണ്. ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. മനുഷ്യൻ്റെ ഹൃദയം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാറ്റി ഘടിപ്പിച്ച ആ പ്രവർത്തനം, ആ ട്രാൻസ്പ്ലാന്റേഷൻ. ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ, മഹാനായൊരു മനുഷ്യൻ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ആദരവോടെ ആവേശത്തോടെ ആ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഇന്ന് ഈ പരിപാടിയിൽ, ഈ ഫേസ് ടു ഫേസ് പരിപാടിയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ക്രിസ്റ്റ്യൻ ബെർണാഡാണ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാം. സ്വാഗതം. ഇതിനോടകം ഡോക്ടർ എത്ര ഹൃദയം മാറ്റിവെച്ചിട്ടുണ്ട്? ആകെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞങ്ങളുടെ ടീം നിർവഹിച്ചിരിക്കുന്ന 31 എണ്ണമാണ് കേരളത്തിൽ. അതിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളുണ്ട്. അത് കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്കായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ കേരളത്തിൽ എന്നാണ് നടന്നത്? കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർവഹിക്കപ്പെടുന്ന 2003 ഒരു മെയ് 13. അത് ഏത് ഹോസ്പിറ്റലായിരുന്നു? അത് കേരളത്തിലെ എറണാകുളത്തെ പ്രമുഖമായ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു. അതും പ്രൈവറ്റ് സെക്ടറിലായിരുന്നു ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് അല്ലേ? അതെ. 2003 ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതാർക്കായിരുന്നു, എങ്ങനെയായിരുന്നു ആ സാഹചര്യം? അതായത് ആ സമയത്ത് ഞങ്ങൾ ഹാർട്ട് മാറ്റിവെക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ല, അതിനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു ആ സമയമായപ്പോഴത്തേക്കും? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ UK വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും ഒരു ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ ആയിരുന്നില്ല. പക്ഷേ ഈ ആഗ്രഹം മനസ്സിലിങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്ന കാരണം ഞാൻ പാപ്വർത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ഫേമസ് ഹോസ്പിറ്റലുണ്ട് കേംബ്രിഡ്ജ് ഷയറിൽ. ഈ പാപ്വർത്ത് ആയിരുന്നു ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിരുന്നത്. ജോൺ വോൾവോർക്ക് എന്ന് പറഞ്ഞ വലിയൊരു സർജൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരാഴ്ച പോയി നിൽക്കും. അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാംസ്, ഇപ്പോൾ ഹാർട്ട് എടുക്കാൻ പോകുന്ന ഡോണർ റൺ എന്ന് പറയും, ആംബുലൻസിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്ന അവരുടെ കൂട്ടത്തിൽ പോവും, ഹാർട്ട് എടുക്കുന്ന കാണും, തിരിച്ചു വരും, ഓപ്പറേഷൻ ചെയ്യുന്ന കാണും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുക. അവിടെ ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു, ജയൻ പരമേശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള ചികിത്സ, ബയോപ്സി, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും വളരെ വ്യക്തമായിട്ട് പ്രൊസീജിയറിനെ പറ്റി എനിക്ക് ധാരണയുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു ട്രാൻസ്പ്ലാന്റ് ടീമിന്റെ ഭാഗമായിട്ടും പ്രവർത്തിച്ചിട്ടില്ലല്ലോ? പ്രവർത്തിച്ചിട്ടില്ല, പക്ഷെ ഒബ്സർവറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഒബ്സർവറായ ഒരാളെ കൊണ്ട് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യിക്കാൻ ഡോക്ടർ വർഗീസ് പുളിക്കൻ എങ്ങനെ ധൈര്യം വന്നു? വർഗീസ് പുളിക്കിന് ധൈര്യം വന്നില്ലെങ്കിലും പേഷ്യൻറ്റിന് ധൈര്യം. അപ്പം ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴെല്ലാം ഇതിനെപ്പറ്റിയല്ല. അന്ന് കസ്തൂരിരംഗനായിരുന്നു നമ്മുടെ ISRO ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച്, വർഗീസ് പുളിക്കൻ്റെ സ്കൂൾമേറ്റാണ് പുള്ളി, എറണാകുളത്ത് ഗവൺമെൻറ് സ്കൂളിൽ അങ്ങോട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നത് അത്ര. അപ്പോൾ കസ്തൂരിരംഗൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കൻ ഡോക്ടറോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഡിവിഷൻ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം. അപ്പോൾ പുള്ളിയുടെ സ്വതസിദ്ധമായിട്ട് ഡൺ എന്ന് പറഞ്ഞ് അങ്ങനെ കസ്തൂരിരംഗൻ വന്നിട്ട് ഡിവിഷൻ ഓഫ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അന്ന് അബാദ് പ്ലാസ ഹോട്ടലായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ, അവിടെ വെച്ച് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് 2002 2001 മറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അറിയാതെ എൻ്റെ കൂടെ പ്രവർത്തിച്ച ഡോക്ടർമാരെല്ലാം പറയും, ഡോക്ടർ ജോസ് ചാക്കോ വെറുതെ പുളു അടിച്ച് നടക്കുകയാണ്, കേരളത്തിൽ എവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ, ഇവിടെ ബൈപ്പാസ് എന്നെ കഷ്ടിച്ച് അവിടെ ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഇദ്ദേഹം വെറുതെ ഒരു സൈസ് തള്ളുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു പരിധിവരെ ഞാനത് അറിഞ്ഞിരുന്നില്ല. അത് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടോക്കായിരുന്നു. അവിടെ ഞങ്ങൾക്ക് മെഡിക്കൽ ട്രസ്റ്റിൽ ഒരു AB റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. ഈ റൂമിൽ രാവിലെ 8 മണിയാകുമ്പോൾ എല്ലാ ഡോക്ടർമാരും സമ്മേളനം അവിടെയുണ്ട്. അപ്പം നമ്മളില്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടായിരുന്നത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ ഒരു ഡോക്ടർ ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലുണ്ട്, ഹുദ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് അന്നൊക്കെ ഞങ്ങൾ ക്യാമ്പിന് പോകുമായിരുന്നു. ഇപ്പോൾ ക്യാമ്പിന് പോകാൻ സമയമില്ല. അന്ന് നമ്മൾ ക്യാമ്പിന് പോയി ഹൃദ്രോഗികളെ കണ്ടുപിടിക്കുന്നു, അവരെ ആൻജിയോഗ്രാം ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ സിസ്റ്റമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ബാബു എന്ന് പറഞ്ഞൊരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാമ്പിന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസ ഇങ്ങനെ ഒരു
എബ്രഹാം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് ഇവിടെ. അവന് ഗൾഫിലായിരുന്നു, ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് അവൻ ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒറ്റയാനായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഭയങ്കര ആരോഗ്യവാനായിരുന്നു. പണ്ട് ഈ പമ്പാ നദി അറിയില്ല, വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് റിവേഴ്സാണ് കേരളത്തിലെ. അവിടെ എല്ലാം പുള്ളി നീന്തി കിടക്കുമായിരുന്നു. ആഴത്തിലേക്ക് മുങ്ങാങ്കുഴി ഇട്ട് മീനെ പിടിച്ച് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഭയങ്കര ആരോഗ്യവാനായ ഒരു പയ്യനായിരുന്നു. അപ്പോൾ അവൻ എന്തോ ഒരു നല്ല ജോലി ഗൾഫിൽ കിട്ടിപ്പോയി. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഹാർട്ട് ഫെയിലിയർ ഒന്ന് തിരിച്ച് അവന് അനങ്ങാൻ മേല, കിടക്കാൻ മേല, ഇരിക്കാൻ മേല. അവൻ്റെ പെങ്ങന്മാരും ബ്രദേഴ്സും എല്ലാം കല്യാണം കഴിച്ചു പോയി. ഫാദറും മദറും മരിച്ചു, ഒറ്റയ്ക്ക് അവൻ താമസിക്കുന്നു. അപ്പോൾ ജോസ് വരുമ്പോൾ അവനെ ഒന്ന് കാണണം, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, ഞങ്ങളെ പേഷ്യൻസിനെ കാണുന്നതിനിടയ്ക്ക് അവസാനം എബ്രഹാം വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രതാപൻ എക്കോ ചെയ്തു. എന്നിട്ട് എബ്രഹാത്തിനെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ജോസ് സാർ ഇത് വളരെ ബാഡ് സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് എബ്രഹാത്തിനെ ഇരുത്തി. അപ്പോൾ എബ്രഹാം ഇങ്ങനെ ഇച്ചിരി കിതയ്ക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി ഒരു സ്റ്റെപ്പ് കയറിയാൽ വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ ചോദിച്ചപ്പോൾ എബ്രഹാം പറഞ്ഞു, സാറേ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്കിനിപ്പോൾ ഒന്നുമില്ല, ഞാൻ വിവാഹത്തിലുള്ള കുട്ടികളിൽ എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ എബ്രഹാത്തിന് അറിയാവോ, എബ്രഹാത്തിൻ്റെ ഹാർട്ടിലെ മാംസപേശികൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ട്, പമ്പിങ് വെറും 18% മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം സാറേ. അപ്പം ഞാൻ പറഞ്ഞു എബ്രഹാത്തിന് ആകെ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതും എനിക്കറിയാം സാറേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. സാറ് ചെയ്യണം, സാറ് ചെയ്താൽ വിജയിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ ഡോക്ടർമാർ പേഷ്യൻസിനെ പിടിച്ച് ആത്മവിശ്വാസം കൊടുക്കും, ഇത് പേഷ്യൻ്റ് അപ്പോൾ എബ്രഹാത്തിനോട് ഞാൻ പറഞ്ഞു, എബ്രഹാം ഞാനിതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ പുള്ളി പറഞ്ഞു സാറ് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും. അങ്ങനെയാണ് ഞങ്ങൾ എബ്രഹാത്തിനെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാ ടെസ്റ്റുകളും ചെയ്തു. അങ്ങനെ എബ്രഹാം 1 മാസം, അപ്പോൾ എല്ലാ ആഴ്ചയിലും പുള്ളി വീട്ടിൽ നിന്ന് വരും, ചെക്ക് ചെയ്യും, എല്ലാ പ്രാവശ്യവും ഇത് തന്നെ. കുറേ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെൻറ്റും കിട്ടിയില്ല. അങ്ങനെ പുള്ളിയെ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ ഈ ഒരു സുകുമാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അപ്പോൾ ഇയാൾ തെങ്ങ് കയറി കരിക്കൊക്കെ ഇട്ട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കരിക്ക് വിറ്റ് എന്നൊരു, അയാളിങ്ങനെ റോഡിൻ്റെ അറ്റത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കരിക്ക് വെട്ടിക്കൊണ്ടപ്പോഴത്തേക്ക് ഒരു ബൈക്കുകാരൻ വന്ന് ഒറ്റയിടി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തല റോഡിലിടിച്ച് അവിടെ വീഴുന്നു. അബോധാവസ്ഥയിൽ പുള്ളിയെ ആലുവയിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടുന്ന് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവരുന്നു. സ്കാനിങ്ങിൽ കംപ്ലീറ്റ് ബ്ലീഡിങ് ടു ദ ബ്രെയിൻ, കൺകഷൻ, ഉടനെ വെന്റിലേറ്ററിൽ കയറുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും പുള്ളിക്ക് യാതൊരു അനക്കവും ഇല്ല, ശ്വാസോച്ഛ്വാസം ഇല്ല, ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നു. കുറേ പരിശോധനകളുണ്ടൊരു പരിശോധന, ചിലപ്പോൾ ബ്രെയിൻ ഡെഡായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മിനിയും പിള്ളേരും എല്ലാവരും അവിടെയുണ്ട്, കൊച്ചു പിള്ളേരാണ്. അപ്പം അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ളൊരു കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്മിനിയും സുകുമാരനും ഒരു പ്രേമവിവാഹമായിരുന്നു. അപ്പോൾ വീട്ടുകാർ രണ്ടുപേരും അവർക്കെതിരായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു അമ്പലത്തിൽ പോയി സ്വയമായിട്ട് വിവാഹം കഴിക്കുക. വിവാഹം കഴിക്കുന്ന സമയത്ത് അവരുടെ കണ്ണ് ദാനം ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുക. അപ്പോൾ അവർക്ക് അവയവദാനത്തെപ്പറ്റി വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കന്ന് ഈ മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എഴുത്തുകാരത്തി തനൂജ ഭട്ടതിരി എന്ന് പറയും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ തനൂജ ഇങ്ങനെ എല്ലായിടത്തും റൗണ്ട്സ് എടുത്ത് വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്കാരത്തി പത്മിനിയായിട്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം. പുള്ളിക്കാരത്തി കരഞ്ഞുകൊണ്ട് ഈ കഥകളെല്ലാം പറയുക. അപ്പം തനൂജ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പരിധിവരെ അവയവം ദാനം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളേക്കാളും വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ബോഡി മറ്റ് ചടങ്ങുകൾക്കായിട്ട് തരാൻ പോവാണ്. അപ്പം ഇവിടെ ഡോക്ടർ ജോസ് ഉണ്ട്, ഒരു ആൾ മരിക്കാൻ തയ്യാറായിട്ട് അവിടെ കിടപ്പുണ്ട്, ഹൃദയം വേണം, ദാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങോട്ട് പുള്ളിക്കാരത്തേക്കിപ്പം വീട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളത് സാമൂഹ്യ പ്രവർത്തകരാണ്, കുറേ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരെല്ലാം വന്നു. അവരെല്ലാം ആണ് കൂടി തീരുമാനിച്ചു, അവയവം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ സുകുമാരൻ്റെ ഹൃദയം. എബ്രഹാത്തിനെ നമ്മൾ വിളിക്കുകയാണ്. എബ്രഹാത്തിനെ വിളിക്കുമ്പോഴത്തേക്ക് എബ്രഹാം അവിടെ ശ്വാസം ഒക്കെ മുട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എബ്രഹാം ഉടനെ അങ്ങോട്ട് പോര്. അപ്പോൾ എബ്രഹാത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും കോൾ വരാം, ബാഗിനകത്ത് എല്ലാ തുണികളും എല്ലാം റെഡിയാക്കി വെച്ചേക്കണം, അന്നേരം ഓടി നടക്കാൻ നിൽക്കരുത്, ഇത്ര ഷർട്ട്, ഇത് നെറ്റിക്കിടാനുള്ള ഇത് ബ്രഷ് എല്ലാം റെഡിയാക്കി വെച്ചോണം. അപ്പോൾ എബ്രഹാം പറഞ്ഞു, എല്ലാം റെഡിയാണ് ഡോക്ടറെ, എന്നാൽ പിന്നെ വിളിച്ചോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഡ്രൈവറും ഉണ്ട് എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ അയാളെ വിളിച്ചു. അപ്പോൾ പുറപ്പെടാൻ പറഞ്ഞു. അത് മെയ് 13-ാം തീയതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി. അപ്പോഴത്തേക്കും എബ്രഹാം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അന്ന് മൊബൈലും ഒന്നുമില്ല നമുക്ക് ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ എബ്രഹാം പുറപ്പെടുന്നു എന്നുള്ള ഒരു കോളല്ലാണ്ട് പിന്നെ പിള്ളേപ്പറ്റി അനക്കമില്ല.
പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് നാളെ കാണുന്നില്ല. അപ്പം ഞാനെല്ലാം പറഞ്ഞ് മിക്കവാറും പുള്ളി മുങ്ങിക്കാണും. ഈ ധൈര്യം നമ്മുടെ അടുത്ത് കാണിച്ച ധൈര്യമൊന്നും പുള്ളി കാണത്തില്ല, മിക്കവാറും മുങ്ങിക്കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയും ഡ്രൈവറും കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എബ്രാ എന്നെ താമസിച്ചേ. അപ്പോൾ ഡ്രൈവർ അപ്പോൾ എബ്രാ ഒന്നും ചിരിക്കുന്നുണ്ട്. ഡ്രൈവർ പറഞ്ഞു അവന് ഇച്ചിരി പൊറോട്ടയും ബീഫും ഈ ഓപ്പറേഷൻ മുമ്പായിട്ട് കഴിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ കയറി പൊറോട്ടയും ബീഫ് കഴിച്ചു. നന്നായിട്ട് ഒരു 3-4 എണ്ണം കഴിച്ചാണ്. അവസാനത്തെ ആഗ്രഹം. അങ്ങനെയാണ് എബ്രാം വരുന്നത്. അപ്പോൾ എബ്രാഹത്തിനെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളന്ന് അവിടെ ഈ മെഡിക്കൽ ട്രസ്റ്റിൽ എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ ഒരു ഇതുണ്ട് അവിടെ. അപ്പം സുകുമാരനെ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററില്ലെങ്കിൽ ആൾ പോകും. കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ടി തലച്ചോറിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്രവർത്തനം മതി, ശ്വാസോച്ഛ്വാസം. നമുക്ക് ഹൃദയമിടിപ്പിനും തലച്ചോറിൻ്റെ ഒരു ഭാഗമല്ലേ, കൺട്രോൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പതുക്കെ സെൻട്രൽ കൺട്രോൾ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പ്രശ്നമുണ്ടാകും. അല്ല, അതുവരെ ഇത് ഇടിച്ചോളും. അത് നോർമലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് കിഡ്നിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രവർത്തിക്കാം, ലിവറിന് പ്രവർത്തിക്കാം, എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തിക്കാം. തലച്ചോറ് കൊണ്ട് നമുക്ക് ഇസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ശ്വാസോച്ഛ്വാസം മാത്രം. തലച്ചോറ് പോയി കഴിഞ്ഞാൽ ബ്രീതിങ് നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വെന്റിലേറ്റർ കണക്ട് ചെയ്തേക്കുന്നത്. വെന്റിലേറ്റർ മാറിക്കഴിഞ്ഞാൽ ഉടനെ ബ്രീതിങ് നിൽക്കും, പിന്നെ നമ്മുടെ സർക്കുലേഷൻ നിലയ്ക്കും, എല്ലാ അവയവങ്ങളും സ്റ്റോപ്പ് ആവും. അതാണ് ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ വെന്റിലേറ്ററിന് ഹൃദയത്തെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ടെങ്കിലേ ഉള്ളൂ ഹൃദയം പ്രവർത്തിക്കും, ഓക്സിജൻ വേണമല്ലോ. അപ്പോൾ ആ വെന്റിലേറ്ററാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയേക്കുന്നത്. അപ്പോൾ സുകുമാരനെ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഡോണർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. എബ്രഹാം ഇങ്ങേപ്പുറത്ത് വന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രാർത്ഥനയൊക്കെ അവിടെ നടത്തുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു, ആൻസലം എന്ന് പറഞ്ഞൊരു അച്ഛൻ. ഇപ്പം ഇല്ല ഞങ്ങളോട്. അപ്പോൾ അച്ഛൻ എല്ലാ കാര്യത്തിലും വരും. അച്ഛൻ്റെ കയ്യിലൊരു ഒരു കുരിശുണ്ട് എപ്പോഴും. ഈ കുരിശൊരു ഭയങ്കര പൊടി പിടിച്ച ഒരു പ്ലാസ്റ്റിക് കവറിനത്. ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഈ പ്ലാസ്റ്റിക് കൂടെ ഒന്ന് മാറ്റി. അച്ഛൻ ഇത് പേഷ്യൻസിൻ്റെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയല്ലേ, വല്ല ഇൻഫെക്ഷൻ. അത് ഡോക്ടറെ, അത് ഈ കുരിശിൻ്റെ ഒരു ഭാഗമാണ് പ്ലാസ്റ്റിക്, അത് മാറ്റിക്കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ യൂസ്ഡാണ്. അപ്പോൾ ഈ കുരിശൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛൻ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും ഒരു 2 മണി ആയി ഉച്ചയ്ക്ക്, മെയ് മാസം. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പിട്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇടിമിന്നലും ബഹളമെല്ലാം കൂടി. മഴ പെയ്തില്ല. അതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഡോക്ടറെ നല്ല ലക്ഷണം കേട്ടോ, ദൈവം മോളിൽ നിന്ന് നമ്മളെ എൻകറേജ്മെൻറ്റ് തരുന്നുണ്ട്. ഞാനത് വിശ്വസിച്ചോ എന്ന് എനിക്കറിഞ്ഞു. എനിവേ അതിൻ്റെ അച്ഛൻ തിരിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഡോക്ടർ ഈ കുരിശ് ആരുടെയും കൈ ഞാൻ കൊടുത്തിട്ടില്ല, ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഡോക്ടറുടെ ഓപ്പറേഷൻ ഗൗണിൻ്റെ പോക്കറ്റിൽ ഇതിട്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ. പക്ഷേ ഓപ്പറേഷൻ പകുതി ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ ബുദ്ധിമുട്ട് ഡോക്ടർക്ക് ഉണ്ടാവും. ഡോക്ടർക്കല്ല, ഓപ്പറേഷന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ വിചാരിച്ചാൽ മതി, കുരിശ് പോക്കറ്റിൽ കിടപ്പുണ്ടെന്നൊന്ന് വിചാരിച്ചാൽ മതി, അത് ഒരു നിമിഷം നിന്ന് ശ്വാസം വലിച്ചിട്ട് യു കണ്ടിന്യൂ എന്ന് പറഞ്ഞ് അച്ഛനോട് പോവുകയും ചെയ്തു. കുരിശൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് തയ്യാറെടുപ്പുകൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതായത് സുകുമാരൻ്റെ ഓപ്പറേഷൻ. പക്ഷേ ഈ എബ്രഹത്തിനെയും നമ്മൾ അടുത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ, രണ്ടും സിമിൾട്ടേനിയസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ഹൃദയം മാറ്റിവെക്കുന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ, ഡോണറിൽ നിന്ന് വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറിനകം അത് സ്വീകർത്താവിൽ സ്പന്ദിക്കണം. അതിൽ കൂടുതൽ നമ്മൾ വെക്കാൻ പറ്റില്ല. അത് നല്ല ഐസിൽ പാക്ക് ചെയ്ത് നല്ല നമ്മൾ മീറ്റ് പ്രിസർവ് ചെയ്യും. 4 മണിക്കൂർ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 4 മണിക്കൂർ കഴിഞ്ഞാൽ ഹൃദയത്തിന് മസിൽസിന് ഡാമേജ് വരും അല്ലേ. ഹൃദയം ചിലപ്പം ബീറ്റ് ചെയ്തെന്ന് വരത്തില്ല. അഥവാ ബീറ്റ് ചെയ്താലും നമുക്ക് പ്രതീക്ഷിക്കുന്ന കാലഘട്ടം ആ ഹൃദയം ലൈഫ് കൊടുത്തെന്ന് വരത്തില്ല. അപ്പോൾ എത്ര നേരത്തെ എന്നുള്ളതാണോ അതിൻ്റെ ഗുണം? എയർലിയർ ദ ബെറ്റർ. അപ്പോൾ ഇത് വളരെ ഫേവറബിളാണ്. കാരണം സാധാരണ ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ ഹൃദയം കൊണ്ടുവന്നിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകണം, അവിടെ ചെല്ലണം, എടുക്കണം, അവിടെ നിന്ന് എയർപോർട്ടിൽ വരണം. അപ്പോൾ ആ ഡിലേ നമുക്ക് ഇവിടെ ഇല്ല. ആദ്യത്തെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഏറ്റവും വലിയ ഗുണം അതായിരുന്നു. ഡോണറും റെസിപ്പിയൻറ്റും ഒരേ സ്ഥലത്ത് തന്നെ. ഒരേ ഒരു പ്രോബ്ലം വെച്ചാൽ ആകെ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും മാത്രമേ ഉള്ളൂ സർജനായിട്ട്. സാറിന് ഇംഗ്ലണ്ടിലൊക്കെ ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ടീം ഉണ്ടാവും. ഹൃദയം എടുക്കാൻ പോകും, ഒരു വലിയ ടീം ഹൃദയം പിടിപ്പിക്കും. ഈ ഹൃദയം പിടിപ്പിക്കുന്ന ടീം ഈ പഴയ ഹൃദയം എടുത്ത് മാറ്റുന്ന സമയത്ത് കറക്റ്റ് ഡോറിലൂടെ മറ്റേ ഹാർട്ട് അങ്ങോട്ട് കയറി വരികയാണ്. ഇതെല്ലാം ഭയങ്കര ടൈം കോർഡിനേഷനാണ്. പക്ഷെ നമുക്കിവിടെ നമ്മൾ തന്നെ അവിടെ പോയി എടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി സുകുമാരൻ്റെ ഓപ്പറേഷൻ തുടങ്ങി. ഹൃദയമൊക്കെ ഇൻസ്പെക്ട് ചെയ്തു. നന്നായിട്ട് സ്പന്ദിക്കുന്നുണ്ട് ഹൃദയം. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ഓക്കെയാണ് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എബ്രാഹത്തിന് നമ്മൾ അനസ്തീസിയ. അപ്പോൾ ഇതിന് ഈ ഹൃദയം മാറ്റി വെക്കണമെങ്കിൽ രക്തഗ്രൂപ്പ് മാറ്റി ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞു.
അതെല്ലാം ഭാഗ്യത്തിന് എല്ലാം നോർമൽ. അതെ. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, പിന്നെ നമ്മളുടെ ബോഡി വെയിറ്റ് സെയിം ആയിരിക്കണം. സെയിം എന്ന് പറഞ്ഞാൽ ഒരു 5% 10% അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യണം, അത് കമ്പാറ്റബിൾ ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ 4 മണിക്കൂറിനകം നിങ്ങൾ സംഗതി നടത്തിയിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വരാനുള്ളൊരു സംഗതിയാണത്. അപ്പോൾ അങ്ങനെ എബ്രഹാത്തിൻ്റെ ചെസ്റ്റ് തുറന്ന് ഹാർട്ട് നോക്കി, കുഴപ്പമില്ല. സുകുമാരൻ്റെ തിരിച്ചു വന്ന എബ്രഹാത്തിൻ്റെ ഓപ്പറേഷൻ തുടങ്ങി. എബ്രഹാത്തിൻ്റെ ചെസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഹാർട്ട് വളരെ മോശമായിരുന്നു. അവിടെ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒരു ചക്കയുടെ വലിപ്പമുണ്ട് ആ ഹാർട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇലാസ്റ്റിസിറ്റി പോയി കഴിയുമ്പോൾ അതിന് വലിപ്പം കൂടുമെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കരമായ, അപ്പം ഞാൻ വിചാരിച്ചത് അതോടുകൂടി എനിക്ക് ഈ എബ്രഹാത്തിനെ ഹാർട്ട് ലങ് മെഷീനിൽ കണക്ട് ചെയ്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഹാർട്ട് ലങ് മെഷീനെ കണക്ട് ചെയ്യാനായിട്ട് പൈപ്പ് ഇടാനുള്ള രക്തധമനികൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം അങ്ങോട്ട് വികസിച്ചു പോയി. അപ്പം ഞാൻ ഒരു നിമിഷം ദീർഘദാശം. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ അൻസലച്ചൻ പറഞ്ഞല്ലോ, 2ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇതായിരിക്കും പ്രശ്നം. അപ്പം ഞാൻ പതുക്കെ കൊന്തയെ പറ്റി ഒന്ന് ആലോചിച്ചു. മാനസികമായിരിക്കാം, അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ഐ ഗോട്ട് സം കൈൻഡ് ഓഫ് എൻകറേജ്മെന്റ്. അല്ല, നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യം. അതെ, ആത്മീയമായിട്ട് ഒരു ശക്തി വന്നു. എവിടുന്നോ ആരോ നമ്മളെ കൈപിടിച്ച് ജയിപ്പിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അങ്ങനെ എബ്രഹാത്തിനെ നമ്മൾ ഹാർട്ട് ലങ് മെഷീനിലിട്ടു. ഈ ഹാർട്ട് നമ്മൾ എടുത്ത് മാറ്റി എബ്രഹാത്തിൻ്റെ. എന്നിട്ട് ഞങ്ങൾ അത് മാറ്റിയിട്ട് തിരിച്ച് സുകുമാരൻ്റെ അവിടെ പോയി ആ ഹൃദയം എടുത്ത് അവിടെ കൊണ്ട് പിടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ അന്ന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ രാജശേഖരൻ എന്ന് പറഞ്ഞൊരു കാർഡിയക് സർജനായിരുന്നു. ഈ ഹൃദയം സുകുമാരൻ്റെ എടുത്തതിന് ശേഷമാണോ ഈ അവിടുത്തെ വെന്റിലേറ്റർ മാറ്റുന്നത്? അതെ, ഹൃദയം എടുത്തതിന് ശേഷമാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നത്. അത് പിന്നെ അവരുടെ ബോഡി അവർക്ക് കൊടുത്തു വിടുകയാണ്. അപ്പോൾ അങ്ങനെ സുകുമാരൻ്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. തൊട്ടടുത്ത ഓപ്പറേഷൻ തിയേറ്ററിലെ എബ്രഹാത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കാനായിട്ടും അവൾ കൊണ്ടുവന്നു. സുകുമാരൻ്റെ ഹൃദയം നമ്മൾ ഹാർവെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളൊരു ട്രയൽ ഇടുകയാണ്. അത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്ന് നമ്മൾ ഡോറ് തുറന്ന് നമ്മളുടെ എബ്രഹാം കിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് നമ്മളെടുത്ത് മാറ്റി. അദ്ദേഹം ഹാർട്ട് ലങ് മെഷീനിൽ ഇവിടെ ജീവിക്കുന്നു. അപ്പം ഈ ഹൃദയം ശരീരവുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കുറച്ച് രക്തധമനികൾ വഴിയാണ്. 4 കണക്ഷൻസാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിനുള്ളത്. അതിൽ 2 കണക്ഷൻസ് ശരീരത്തിലെ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസ് ആണ്. സുപ്പീരിയർ വീന കേവ, ഇൻഫീരിയർ വീന കേവ എന്ന് പറയുന്ന 2. പിന്നെയുള്ള 2 കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയം ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പൾമനറി ആർട്ടറി, ഹൃദയം ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യുന്ന അയോർട്ട എന്ന് പറയുന്ന രക്തധമനി. ഈ 4 കണക്ഷൻസും നമ്മൾ വിഘടിപ്പിച്ചിട്ടാണ് ഹൃദയം എടുക്കുന്നത്. അതുപോലെ ഹൃദയം ദാതാവിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വിഘടിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. ആദ്യമേ നമ്മൾ ലെഫ്റ്റ് ഏട്രി എന്ന് പറയുന്ന ഒരു കണക്ഷൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ പൾമണറി ആർട്ടറി കണക്ഷൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ അയോർട്ടയിൽ കണക്ഷൻ ചെയ്യുന്നു. പിന്നെ വെയിൻസിലേക്കും കണക്ട് ചെയ്യുന്നു. ഇത്രയും കണക്ഷൻ ചെയ്യുന്നത് വരെ ഈ വ്യക്തി ഹാർട്ട് ലങ് മെഷീനിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊരു 28 ഡിഗ്രി വരെ, നോർമൽ എന്ന് പറഞ്ഞാൽ 37 ആണ്, 28 ഡിഗ്രി വരെ താത്തി ബോഡിയും കൂളിംഗ് ആണ്. അതെങ്ങനെയാണ് തണുപ്പിക്കുന്നത്? അത് ഈ ഹാർട്ട് ലങ് മെഷീൻ്റെ ഭാഗമായിട്ട് ഹീമോതേം എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അതിനകത്തോടെ നമ്മളിങ്ങനെ ഹോട്ട് വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബ്ലഡുമായിട്ട് അതിങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ താത്താം. 18 ഡിഗ്രി വരെ വേണേൽ താത്താം. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ 18 ഡിഗ്രി വരെ താത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 45 മിനിറ്റ്സ്. 45 മിനിറ്റ്സ്. ചില ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ സർക്കുലേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ടോട്ടൽ സർക്കുലേറ്ററി അറസ്റ്റ്, നമ്മുടെ ശരീരത്തിലൂടെ രക്തം മൂവ് ചെയ്യുന്നില്ല. നമ്മുടെ രക്തം എല്ലാം എടുത്ത് ഹാർട്ട് ലങ് മെഷീനിലേക്ക് ഇട്ട് വെച്ചിരിക്കുക. രക്തരഹിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ 45 മിനിറ്റ് വരെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതിങ്ങനെ ടെമ്പറേച്ചർ താത്തിയിട്ടാണ് 18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ. ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഹൃദയത്തിൽ വലിയ രക്തധമനികൾക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ TCA ചെയ്യാറുണ്ട്, ടോട്ടൽ സർക്കുലേറ്ററി അറസ്റ്റ്. ടെമ്പറേച്ചർ താത്തി കൊണ്ടുവന്ന് 18 ഡിഗ്രി ആയി കഴിയുമ്പോഴത്തേക്കും പമ്പ് ഓഫ് എന്ന് പറയും. പമ്പ് എന്ന് പറയുന്ന ഹാർട്ട് ലങ് മെഷീൻ. പമ്പ് ഓഫ് ആൻഡ് ഡ്രെയിൻ ദ ബ്ലഡ് എന്ന് പറയും. കംപ്ലീറ്റ് ബ്ലഡ് എടുത്ത് റിസർവോയറിലേക്ക് മാറ്റും. പിന്നെ നമുക്ക് ബ്ലഡ് ഇല്ലാത്തൊരു ഫീൽഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ് ടു 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് വരെ പോകാം. സാധാരണഗതിയിൽ ബൈപ്പാസ് ചെയ്യുമ്പോഴും വാൽവ് ചെയ്യുമ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴെല്ലാം 28 ഡിഗ്രി വരെ നമ്മൾ താത്തി. ആ സമയത്ത് ഈ പേഷ്യൻറ്റിനും സർക്കുലേഷൻ നടക്കുന്നില്ല. ഈ ഹാർട്ട് ലങ് മെഷീൻ്റെ സർക്കുലേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും നോർമലായിട്ട് സസ്റ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കണക്ഷൻസ് എല്ലാം ചെയ്ത് ബോഡി റീവാം ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ ഈ ഹാർട്ട് കൊണ്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും.
അതെങ്ങനെയാണ് ആദ്യത്തെ ഈ ബീറ്റ് തുടങ്ങുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ, അതോ ഹൃദയം ഈ മരിച്ചിരുന്ന ഹൃദയമാണല്ലോ ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ജീവനില്ലാതെ ഇങ്ങോട്ട് വന്നൊരു ഹൃദയമാണ്, ഐസിനകത്ത് കിടന്നത്. അവൻ തന്നെ എങ്ങനെയാണ് പിന്നെ ഈ പ്രവർത്തിച്ച് തുടങ്ങുന്നത്, കറണ്ടൊന്നും ഇടാതെ? അല്ലെങ്കിൽ അതൊരു അവിടെയാണല്ലോ മനുഷ്യന് നമുക്ക് അതീതമായിട്ട് ഏതൊരു ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ. ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു ജോലി പമ്പിങ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ലിവർ എടുത്തെന്നുണ്ടെങ്കിൽ ലിവറിൻ്റെ പ്രവർത്തനം ഉടനെ അങ്ങോട്ട് തുടങ്ങുക. കിഡ്നി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതിൻ്റെ ആ ക്ലാമ്പ് അങ്ങോട്ട് ഊരി കഴിയുമ്പോഴേ നമുക്ക് കാണാം പൈപ്പിൽ കൂടെ കുറവാന്ന് പറഞ്ഞുകൊണ്ട് യൂറിൻ വരുന്നത്. എല്ലാ ഐസിൽ വരുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ എല്ലാ അവയവങ്ങൾക്കും ഒരു പൊട്ടൻഷ്യൽ കപ്പാസിറ്റി നമുക്കുണ്ട്. അത് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും ബൈ കൂളിംഗ് ദം. തണുപ്പിച്ച് പ്രിസർവ് ചെയ്യും. കിഡ്നിയൊക്കെ നമ്മൾ ഐസിൽ വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ ഇരുന്നോളും. ലിവർ 12 മണിക്കൂർ ഇരുന്നോളും. അതുപോലെ എല്ലാ അവയവങ്ങൾക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഹൃദയത്തിനും ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ വരെ ഹൃദയത്തെ ഐസിൽ വെച്ച് കഴിഞ്ഞാലും കണക്ട് ചെയ്ത് കഴിഞ്ഞ് ബ്ലഡ് അതിൻ്റെ രക്തധമനിയിലൂടെ പോകുമ്പോഴത്തേക്കും പതുക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് അത് ബീറ്റ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഹാർട്ട് ലങ് മെഷീന് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴാണോ ഈ ഹൃദയം ഇടിച്ചു തുടങ്ങുന്നത്, അതോ രണ്ടും പാരലായിട്ട് കുറച്ച് സമയം കൊടുക്കും? ഹൃദയം ഇടിച്ചു തുടങ്ങുന്ന ഇമ്മീഡിയറ്റ്ലി നമ്മൾ കണക്ട് ചെയ്ത് അതിലേക്ക് ഹൃദയത്തിലേക്ക് ബ്ലഡ് കടത്തി വിടുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ആരംഭിക്കും. പക്ഷെ അത് പമ്പിങ് ഇജക്ഷൻ, സ്പന്ദിക്കുന്നതും ഇജക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൃദയം ഇങ്ങനെ ഹൃദയം എംപ്റ്റി ഹാർട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഹാർട്ട് ലങ് മെഷീൻ്റെ സപ്പോർട്ട് കുറച്ച് വരുമ്പം പതുക്കെ ഹൃദയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് വരും. അപ്പം ഹാർട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങും, ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഹാർട്ട് ലങ് മെഷീൻ വിഘടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ 5 ലിറ്റർ ബ്ലഡ് 1 മിനിറ്റ് കൊണ്ട് പമ്പ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഹൃദയം വരണം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. പിന്നെ വേറെ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ വരുന്നുണ്ടോ, ഈ 5 ലിറ്റർ കടന്നു പോകുന്നുണ്ടോ നമ്മൾ എങ്ങനെ അറിയുന്നത്? അത് നമുക്ക് ബ്ലഡ് പ്രഷർ, കാർഡിയക് ഔട്ട്പുട്ട്, നമ്മളുടെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മുടെ സ്ക്രീനിലുണ്ട്. അതെല്ലാം വരും. മറ്റൊരു സംശയം, ഇപ്പോൾ ഈ ഹൃദയം പുറത്തുനിന്ന് വന്ന ഒരു ഹൃദയത്തെ മനുഷ്യ ശരീരത്തിലേക്ക്, പുതിയ ശരീരത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ 4 രക്തക്കുഴലുകളിലേക്ക് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇത് സപ്പോർട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ ഈ നെഞ്ചിനകത്ത്? ഇല്ല, അത് ആക്ച്വലി ഈ ഹൃദയം ഇരിക്കുന്ന ഒരു ക്യാവിറ്റിക്കകത്താണ്, പെരിക്കാർഡിയം എന്ന് പറയും. അപ്പോൾ പെരിക്കാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ സൈസിൽ അതിന് ചുറ്റുമുള്ളൊരു കവചമാണ്. ഈ കവചം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ആ കവചത്തിനകത്ത് ഹൃദയം കണ്ടെയ്ൻ ചെയ്തോളും. ആക്ച്വലി ഈ രക്തധമനികളിലാണ് ഹൃദയം ആങ്കർ ചെയ്തേക്കുന്നത് നമ്മുടെ ബോഡിയിലേക്ക്. എബ്രാത്തിന് കിട്ടിയ പുതിയ ഹൃദയം കൃത്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയോ? അപ്പോൾ എബ്രാത്തിൻ്റെ ഹൃദയം, എനിക്ക് തോന്നുന്നു ഞാൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തതിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതും ഏറ്റവും സ്റ്റേബിളായിട്ട് ഹാർട്ട് ലങ് മെഷീനിൽ നിന്ന് പോകുന്നതും വെന്റിലേറ്ററിൽ നിന്ന് മാറിയതിൽ എബ്രഹാമായിരുന്നു. അപ്പം ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിർവികാരനായിട്ട് നിൽക്കുകയാണല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടിമേടിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പുതിയ ഒരു ഭാവി നമ്മുടെ സമൂഹത്തിൽ ചരിത്രമാവും. അപ്പോൾ അങ്ങനെ വന്ന് ഈ പേഷ്യൻറ്റിനെ അത് കഴിഞ്ഞിട്ട് അനസ്തെറ്റിക് ചെസ്റ്റൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ICUലേക്ക് ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഉറപ്പുവരുത്തിയിട്ടാണോ ചെസ്റ്റ് ക്ലോസ് എല്ലാം ക്ലോസ് ചെയ്ത് ഹാർട്ട് ലങ് മെഷീനിൽ നിന്നൊക്കെ പേടിപ്പിച്ച് വെന്റിലേറ്ററിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു 24 മണിക്കൂർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ICU കൊണ്ട് ഒരു ബെഡൊക്കെ എടുത്തിട്ട് ഞങ്ങളന്ന് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹൃദയ ശസ്ത്രക്രിയ ഞാൻ ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഞാൻ 2 ഓപ്പറേഷൻസ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ICU കിടക്കും. 4 ബെഡുണ്ട്, അതിലൊരു ബെഡ് എൻ്റെയാണ്. അപ്പോൾ ആ ബെഡിൽ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നതും. പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡോക്ടർ ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അത് ചെയ്ത് കൊടുക്കും, അല്ല അങ്ങനത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ബെഡേ വന്ന് ഞാനിങ്ങനെ ഇരിക്കുക. ഇതിപ്പോൾ രാത്രിയായി, വൈകുന്നേരം സമയമായി. അപ്പോഴത്തേക്ക് ഈ ഡോക്ടർ രാജശേഖരൻ എന്ന് പറഞ്ഞ് എന്നെ അസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഡോക്ടർ, പുള്ളിക്കാരൻ ഒരു വെള്ള ഹാൻഡ്സം നല്ലൊരു ചിരിയൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് ഈ ഹാർട്ട് ഇതിനു മുമ്പ് മാറ്റി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളോട് നുണ പറഞ്ഞല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ, സാറിന് ഒരു സ്ഥലത്ത് പോലും ഒരു ഹിച്ച് ഉണ്ടായില്ലല്ലോ. കംപ്ലീറ്റ്ലി ദ വേ യു ആർ ഡൂയിങ് ട്രാൻസ്പ്ലാന്റ്, ഒരു ഒത്തിരി ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കുന്ന ഒരാളുടെ കൈ മൂവ് ചെയ്യുന്ന പോലെ ഉള്ളതെന്ന് പറഞ്ഞു. ഐ വാസ് സോ ഹാപ്പി. പിന്നെ എബ്രഹാം അടുത്ത ദിവസങ്ങളെല്ലാം റിക്കവർ ചെയ്ത് വരികയായിരുന്നു. പിന്നെ ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ എത്ര മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരം വേറൊരു വ്യക്തിയുടെ അവയവത്തെ സ്വീകരിക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. ആ റിജക്ഷനെതിരായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കണം. അവിടെയാണ് ഈ ടീമിൻ്റെ കാർഡിയോളജിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അനസ്തെറ്റിസ്റ്റിൻ്റെ വലിയ റോളുണ്ട്, അനസ്തീസിയ കൊടുക്കുന്നത്. കാർഡിയോളജിസ്റ്റിൻ്റെ റോളുണ്ട് ഇതിൻ്റെ ഈ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നതിൽ. പിന്നെ ഇത് ആൻറ്റി റിജക്ഷൻ ട്രീറ്റ്മെൻറ്റ്, റിജക്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സീരിയൽ ആയിട്ടുള്ള എക്കോ കാർഡിയോഗ്രാം കാർഡിയോളജിസ്റ്റ് ചെയ്യണം. ബയോപ്സി എടുക്കണം ഹാർട്ടിൻ്റെ.
ഒരു പൈപ്പ് ഇട്ടിട്ട് ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മസിലിൻ്റെ ബയോപ്സി എടുക്കും. ഇവിടുന്ന് എങ്ങനെ പൈപ്പ് ഇടും? നമ്മൾ ഈ കഴുത്തിലൂടെ നമുക്കൊരു പൈപ്പ് ഇട്ടാൽ നേരെ ഹൃദയത്തിലേക്ക് ചെല്ലും. നമ്മൾ പേസ് മേക്കറൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടാവോ? ഇല്ല, അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രം. ഇപ്പം നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ബയോപ്സി ചെയ്യും. അപ്പം നമ്മൾ കഴുത്തിലൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ബയോപ്സി ഫോഴ്സപ്സ് ഉണ്ട്, അത് ഹൃദയത്തിലെ ഉള്ളിലെ മസിലിൽ ഇങ്ങനെ ഒന്ന് പിടിക്കും, ചെറിയൊരു ഞുള്ള് അതും കൊണ്ട് എടുക്കും. അങ്ങനെ 2-3 സ്പെസിമെൻസ് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കും. ഇപ്പോൾ റിജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം. റിജക്ഷൻ ഉണ്ടെങ്കിൽ ആ സെൽസിന് വ്യത്യാസം വരും. അതിനകത്ത് ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ എന്നൊക്കെ പറഞ്ഞ ചില പ്രക്രിയകൾ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്നിൻ്റെ ഡോസ് കൂട്ടണം, അല്ലെങ്കിൽ പുതിയ സ്ട്രോങ്ങർ ആയിട്ടുള്ള മരുന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ആ റിജക്ഷൻ മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. എസ്പെഷ്യലി ആദ്യത്തെ 6 മാസം റിജക്ഷനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. ചില പേഷ്യൻസിന് ചിലപ്പോൾ അഡീഷണൽ മെഡിസിൻസ് കൊടുക്കേണ്ടി വരാം, ഡോസ് കൂട്ടി കൊടുക്കേണ്ടി വരാം. ഏകദേശം 1 വർഷം കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മളുടെ ശരീരം ഇവനെ കൊണ്ട് രക്ഷയില്ല, ഇവനെ നമ്മൾ തള്ളാൻ നോക്കിയിട്ടും പോകുന്നില്ല, എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. പിന്നെ എന്നാലും നമ്മൾ മരുന്ന് കൊടുക്കണം, പക്ഷേ ചെറിയ ഡോസിൽ. പിന്നെ ഈ സർജറി കഴിഞ്ഞ് ഏത് ഘട്ടം വരെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സർജൻ്റെ റോള് അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു റോള് തുടരുന്നത്? അതല്ലെങ്കിൽ ഒരു സാധാരണ കാർഡിയോളജിസ്റ്റിലേക്ക് പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഈ പേഷ്യൻറ്റിനെ ചെയ്യുക? ഇൻ ആൻ ഐഡിയൽ വേൾഡ്, ഇപ്പം ഞങ്ങൾ ഒരു ഐഡിയൽ വേൾഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ UK യിലാണെന്നുണ്ടെങ്കിൽ നടക്കുന്നത് വെച്ചാൽ ഈ കാർഡിയോളജിസ്റ്റാണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ സർജൻസ് റോൾ ഒരു ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ വലിയൊരു റൂമിൽ സർജൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. വി ആർ ഓൺലി ടെക്നീഷ്യൻസ് ടു പുട്ട് ദ ഹാർട്ട്. സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ സർജൻസിൻ്റെ പണി. പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ഡീപ്പ് നോളജ് ഉള്ള ഡോക്ടർമാരില്ല. അപ്പോൾ ഈ ചെയ്യുന്ന ഈ സർജൻ തന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കുന്ന മുതൽ, പേഷ്യൻറ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന മുതൽ, പ്രിപ്പയർ ചെയ്യുന്ന മുതൽ, അപ്ലോഡ് ചെയ്യുന്ന മുതൽ, ഡോണറെ പ്രിപ്പയർ ചെയ്യുന്ന മുതൽ, ഹാർട്ട് എടുക്കുന്ന മുതൽ, സ്റ്റിച്ച് എടുക്കുന്ന മുതൽ, ആൻറ്റി റിജക്ഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഡോസ് എല്ലാം സർജൻസിൻ്റെ കയ്യിലാണ്. കാരണം ബാക്കിയുള്ള ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ആക്ച്വലി ഒരു പാഷനാണ് നമ്മളുടെ. ബൈപ്പാസ് ചെയ്യുന്ന പോലെയല്ല. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസങ്ങളോളം മണിക്കൂറുകളോളം നമ്മളിതിൻ്റെ പുറകെ നടക്കണം. ഒരു തപസ് പോലെയാണല്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെച്ച ആളുടെ 2ാമത് ഹൃദയം മാറ്റിവെക്കുന്ന നമ്മുടെ ടീമാണ് ഗിരീഷ്. അപ്പോൾ ഗിരീഷ് ഞങ്ങളെ വരുന്നു. ഞങ്ങൾ എക്കോ ചെയ്യുമ്പോഴത്തേക്കും ഹൃദയത്തിൻ്റെ വലതുവശത്തെ ട്രൈക്കസ്പിഡ് എന്ന് പറഞ്ഞൊരു വാൽവിന് ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ലീക്കിൻ്റെ കാരണം ഇൻഫെക്ഷനുമാണെന്നുള്ള മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരീഷ്, ഇതിന് 2 ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ വന്ന വാൽവ് മാറ്റുക, 2ാമത്തേത് വീണ്ടും ഒരു ഹൃദയം മാറ്റിവെക്കുക. ഡോക്ടറെ, എനിക്ക് ഒരു റീട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി. ഞാൻ ഇതുവരെ റീട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല, ഇന്ത്യയിലാരും റീട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. ആ പുള്ളി എൻ്റെ മുഖത്തേക്ക് ഒരു ദയനീയമായിട്ട് നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ ഡോക്ടർ ഇതുവരെ 31 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തി. ഈ 31 പേരിൽ ഓർത്തിരിക്കുന്ന മറ്റ് ട്രാൻസ്പ്ലാന്റുകളിൽ ഏതൊക്കെയാണുള്ളത്? നമ്മൾ ഹാർട്ട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ഡോക്ടർ, ഈ അമ്മയെ പറയുന്ന ഡോക്ടർ ജോസിനെ കാണാതെ മോൻ്റെ ഹാർട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അമ്മ അവിടെ ഒരു കസേരയിലിരിപ്പുണ്ട്, കുനിഞ്ഞിരിപ്പുണ്ട്. നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ചാലുകളായിട്ടിങ്ങനെ. നമ്മൾ പോയി അടുത്ത് ഇരുന്നു, അമ്മയുടെ കയ്യെ പിടിച്ചു. അപ്പോൾ എൻ്റെ മോൻ്റെ ഹൃദയം എടുക്കാൻ വന്നല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാനപ്പോൾ ഒരു കള്ളനെ പോലെ അവിടെ ഇരിക്കുകയാണ്. മോൻ്റെ ഹൃദയം എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എന്ത് പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.